ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും അനധികൃത വിദേശ റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ പോലീസിന്റെ മിന്നൽ പരിശോധന. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വൺ റെയ്ഡ് നടന്നിട്ടുള്ളത്. ഓപ്പറേഷൻ സ്കൈ എന്ന പേരിലാണ് ഈ പോലീസ് പ്രത്യേക പരിശോധന നടത്തുന്നത്. നിയമവിരുദ്ധമായി പ്രവർത്തിച്ച 7ഓളം സ്ഥാപനങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകും നമുക്ക്. ഗോപാൽ, വിദേശത്തേക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി ജോലി നൽകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി അവിടെ എത്തിയതിനു ശേഷമായിരിക്കും പലപ്പോഴും വലിയ തട്ടിപ്പിലാണല്ലോ തങ്ങൾ ചെന്ന് പെട്ടത് എന്ന് പലർക്കും മനസ്സിലാവുക. ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായ ഒരുപാട് ആളുകളുണ്ട്. നിരന്തരം പരാതികൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനെ തുടർന്നാണോ ഈ വ്യാപക പരിശോധന? എന്തൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? അതെ ഷിഹാസ്, ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി നല്ലൊരു ജോലിയും സ്വപ്നം കണ്ട് വിദേശത്തേക്ക് പോകുന്നവർ പലപ്പോഴും അവിടെ ചെന്നിട്ടാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന കാര്യം തിരിച്ചറിയുന്നത്. പലപ്പോഴും ഇത്തരക്കാർ പല വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴി വിദേശത്തേക്ക് പോകുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങളാണ് ഇത് എന്ന തരത്തിലേക്ക് നമ്മൾ പല വാർത്തകൾ കണ്ടതാണ്. അത്തരത്തിലുള്ള വാർത്തകളും പരാതികളും വലിയ തോതിൽ ഉയർന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് തലസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു മിന്നൽ പരിശോധന ഇന്ന് നടന്നിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് ഓപ്പറേഷൻ സ്കൈ എന്ന് പേരിട്ടിട്ടുള്ള ഈ മിന്നൽ പരിശോധന നടന്നിട്ടുള്ളത്. ഈ പരിശോധനയിൽ നിരവധി സ്ഥാപനങ്ങളെയാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 7 സ്ഥാപനങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരവധി സ്ഥാപനങ്ങൾ ഇതിനോടകം തന്നെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇതിൽ പല സ്ഥാപനങ്ങളും ഇതിൽ സുപ്രധാനമായിട്ടുള്ള ഒരു രേഖ, അതായത് പ്രൊട്ടക്ടഡ് ഓഫ് എമിഗ്രൻസ് എന്ന ലൈസൻസ് ഇല്ലാതെ, ഈ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ വിദേശത്തേക്ക് ജോബ് വിസയിൽ ആളുകളെ കയറ്റി അയക്കാനുള്ള അനുമതി ഉണ്ടാകുകയുള്ളൂ. ആ ലൈസൻസ് ഇല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനം മാത്രം എന്ന രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ട്. ആ സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഇത്തരത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ നടപടി പുരോഗമിക്കുന്നതിന് സമാന്തരമായി തന്നെ ഉദ്യോഗാർത്ഥികൾക്കും ജോലി അന്വേഷിച്ചിറങ്ങുന്ന സാധാരണക്കാർക്കും ഒരു മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും കൂടി പോലീസ് നൽകുന്നുണ്ട്. കാരണം പലപ്പോഴും ഇവർ യഥാർത്ഥത്തിൽ യോഗ്യതയോടുകൂടി പ്രവർത്തിക്കുന്നവരാണോ, അനുമതിയോടെയും അംഗീകാരത്തോടും കൂടി പ്രവർത്തിക്കുന്നവരാണോ എന്ന് അന്വേഷിച്ചതിനു ശേഷം മാത്രമേ ഈ ജോലിക്ക് വേണ്ടി പണം നൽകാൻ പാടുള്ളൂ. അതിനോടൊപ്പം തന്നെ പാസ്പോർട്ടും മറ്റ് തിരിച്ചറിയൽ രേഖകളും അടക്കം പല സ്ഥാപനങ്ങൾക്കും നൽകി കുടുങ്ങിയവർ ഏറെയുണ്ട്. അത്തരത്തിൽ ഈ രേഖകൾ നൽകുന്നതിന് മുന്നോടിയായി തന്നെ സ്ഥാപനത്തിന്റെ അംഗീകാരവും വേണ്ട തരത്തിലേക്കുള്ള വിശ്വാസയോഗ്യതയും ഉള്ളതാണോ എന്നൊക്കെ പരിശോധിക്കണമെന്നടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശവും മുന്നറിയിപ്പും കൂടി ഈ ഘട്ടത്തിൽ പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ശരി, അത്തരത്തിൽ ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.